ഈ രീതിയിലുള്ള ഒരു കേരള ഗവൺമെൻറ്റും അതുപോലെ തന്നെ അവരുടെ ഭരണവും ആ രീതിയിൽ തന്നെയുള്ള വല്ലാത്തൊരു കേന്ദ്ര ഗവൺമെൻറ്റും അവരുടെ ഭരണവും എല്ലാമായി ജനങ്ങൾക്ക് മടുത്ത ഒരു അവസ്ഥയിലാണ് ഇന്നിപ്പോൾ നമ്മുടെ രാജ്യത്തും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തുമൊക്കെ ഈ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാറ്റം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിവിധ ജനവിഭാഗങ്ങൾ നമുക്കറിയാം, വിവിധ ജനവിഭാഗങ്ങളെ പല തട്ടിലാക്കി പലതാക്കി വിഭജിക്കുകയാണ്. മണിപ്പൂരിനോട് ഒരു നയം, അതുപോലെ തന്നെ ചില പ്രത്യേക സമുദായങ്ങളോട് ചില പ്രത്യേക ജനവിഭാഗങ്ങളോട് വേറൊരു സമീപനം. ഇന്ത്യ രാജ്യത്ത് അങ്ങനെ വല്ലതുണ്ടോ? നമുക്കറിയാം, കോൺഗ്രസ് ഇത്രയും കാലം ഈ രാജ്യം ഭരിച്ചു, കോൺഗ്രസിൻ്റെ കൂടെയുള്ള മറ്റു കക്ഷികൾ ഭരിച്ചു. വല്ല കുഴപ്പവും ഈ നാട്ടിലുണ്ടായിരുന്നോ? എല്ലാവരെയും ഒരു കണ്ടുകൊണ്ട് കാണാനും എല്ലാവരെയും ഒരു നിലയിൽ കണ്ട് പുരോഗതിയിലേക്ക് നയിക്കാനും ഒക്കെ അല്ലായിരുന്നോ ശ്രമിച്ചത്? അത് മാറി ഇപ്പോൾ പല ജനങ്ങളെയും പല ജനവിഭാഗങ്ങളെയും വിവിധ കണ്ടുകൊണ്ട് കണ്ട് അതിനനുസരിച്ച് അതുകൊണ്ടാണ് വോട്ട് പിടിക്കാനുള്ള ഏക വഴി അതാണ്. വോട്ട് പിടിക്കാനുള്ള ഏക വഴി എന്ന് പറയുന്നത് ജനങ്ങളെ തമ്മിലടിപ്പിക്കാം, ഞങ്ങളുടെ കുറ്റം കുറവ് നോക്കാം. വയനാട്ടിൽ രാഹുൽ ഗാന്ധി വന്നപ്പോൾ ഞങ്ങളുടെ കൊടിയുണ്ടോ, കോൺഗ്രസിൻ്റെ കൊടിയുണ്ടോ എന്നാണ് ഇപ്പോൾ ഞങ്ങളോട് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ബഹുമാന മുഖ്യമന്ത്രി ഇന്ന് ആ ചോദ്യം ചോദിച്ചു, ഈ രാജ്യത്ത് അങ്ങനെ വല്ല ചോദ്യം ചോദിക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും അങ്ങനെ ഒന്ന് ചോദിക്കാനുള്ള അവകാശമുണ്ടോ? കാരണം CPM-ന് ഇടതു മുന്നണിക്ക് അവരുടെ കൊടി സ്വതന്ത്രമായി ഒന്ന് കൊണ്ടുപോയി കെട്ടാൻ തമിഴ്നാട്ടിൽ പറ്റുമോ, ബംഗാളിൽ പറ്റുമോ? കോൺഗ്രസിൻ്റെ കൊടി കൂട്ടിക്കെട്ടിയാലല്ലാതെ അത് പൊങ്ങൂല. ഈ കേരളത്തിൻ്റെ അപ്പുറമുള്ള ഒരു സ്ഥലത്തും അതൊന്ന് പൊക്കാൻ കഴിയില്ല. രാഹുൽ ഗാന്ധി വന്നപ്പോൾ കൊടിയില്ല എന്ന് പറഞ്ഞാൽ അത് ഒരു പക്ഷേ നിങ്ങളോടൊക്കെ കാണിക്കുന്ന ഒരു വലിയ സൗഹൃദമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളോടൊക്കെ കാണിക്കുന്ന ഒരു ഇളവാണ്. ഗൂഡല്ലൂർക്ക് കടന്നാൽ കോൺഗ്രസിൻ്റെ കൊടിയും പിടിച്ച് രാഹുൽ ഗാന്ധിക്ക് സിന്ദാബാദ് വിളിക്കല്ലാതെ നിങ്ങൾക്ക് യാതൊരു രക്ഷയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കൊടിയും കൊണ്ട് വയനാട്ടിലേക്ക് വരാൻ കഴിയുമോ? വഴിയില്ല. എന്നാൽ വയനാടിൻ്റെ ബാക്കിയായ ഗൂഡല്ലൂരിൽ കോൺഗ്രസിൻ്റെ കൊടിയും പൊക്കി രാഹുൽ ഗാന്ധിക്ക് സിന്ദാബാദ് വിളിച്ചുകൊണ്ടാണ് CPM-ൻ്റെ ആളുകളും ഇടതു മുന്നണിക്കാരും നടക്കുന്നത്. അപ്പോൾ വയനാട്ടിൽ വരുന്ന കൊടിയൊന്ന് ഒഴിവാക്കി എന്നാൽ അത് നിങ്ങൾക്കൊരു സൗജന്യമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം രാഹുൽ ഗാന്ധി നമുക്കറിയാം ഇന്ത്യ മുന്നണിയുടെ നേതാവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിയുന്നത്ര സംയമനം പാലിച്ചാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ കൊടിയും വടിയും മാത്രം നോക്കണ്ട, നിങ്ങളുടേതും സ്വതന്ത്രമായി ഈ രാജ്യത്ത് പിടിക്കാൻ നിങ്ങൾക്ക് കഴിയാത്ത സ്ഥിതിയുണ്ട്. ബംഗാളിൽ ചെന്നാൽ നമുക്കറിയാം കോൺഗ്രസിൻ്റെ സഹായം വേണം. അതുപോലെ തന്നെ ഇന്ത്യ രാജ്യത്ത് എവിടെ പാർലമെൻറ്റിലെത്തണമെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് കോൺഗ്രസിൻ്റെ സഹായം, ലീഗിൻ്റെ സഹായം, അതുപോലെ തന്നെ DMK-യുടെ സഹായം ഒക്കെ ആയിട്ടാണ് ഇടതു മുന്നണി അവിടെ CPM-ൻ്റെ ആളുകൾ അവിടെ എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാജ്യത്ത് BJP-യെ തടയാൻ വേണ്ടി ഏറ്റവും അധികം ശ്രമിക്കുന്ന രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരു നേതാവ് മത്സരിക്കുന്ന വയനാട് മണ്ഡലത്തിലൊക്കെ വേണ്ടിയിരുന്നത് ഇത് രാഹുൽ ഗാന്ധിൻ്റെ മണ്ഡലമാണ്, ഞങ്ങളുടെ മണ്ഡലം എന്നുള്ളവർക്ക് അവർ ഒഴിവാക്കി കൊടുക്കുക എന്ന് വേണ്ടിയിരുന്നത്, അതല്ലാതെ അവിടെ വന്ന് കുറ്റം കുറവ് നോക്കലല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടണം. ഈ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം ഏതാണ്ട് ഇന്ത്യ രാജ്യത്തിൻ്റെ ജനാധിപത്യ സിസ്റ്റത്തിൻ്റെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ തന്നെ ഇപ്പോഴത്തെ സമ്പ്രദായം തന്നെ, അതായത് നമ്മളാണ് തീരുമാനിക്കുന്നത്, ജനങ്ങളാണ് തീരുമാനിക്കുന്നത്.